അച്ഛൻ ഭയങ്കര പിശാചുബാധയാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെ മനസ്സിലായത് അത് അച്ഛൻ അറിയാണ്ട വൈകുന്നേരം ഒരു മണി കഴിയുമ്പോൾ ഡോറയിൽ മുട്ട് കേൾക്കുന്നു. എന്നിട്ട് മുട്ട് കേട്ട് ഞങ്ങൾ തുറന്നു നോക്കുമ്പോൾ ആരുമില്ല. അപ്പോൾ സംഭവത്തിരി കയ്യിൽ നിന്ന് പോകാൻ സാധ്യതയല്ല. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേച്ചി കുറച്ചും കൂടി ബുദ്ധിയും ബോധമുള്ള അച്ഛന്മാരെയൊക്കെ വിളിക്കി, നമ്മൾ അച്ഛനായിട്ട് തുടങ്ങിയിട്ടുള്ള 1 കൊല്ലം ആവുന്നുള്ളൂ, ഇപ്പോഴല്ല 3 കൊല്ലം മുമ്പത്തെ കാര്യമാണ്, ഇപ്പോൾ 3 കൊല്ലമായി. കുറച്ചും കൂടി സീനിയർ അച്ഛന്മാരൊക്കെ ആണെങ്കിൽ അതിനെ പിടിയാലേ കൊണ്ടുപോകുള്ളൂ, എനിക്ക് പിടിക്കാൻ മാത്രം അറിയോ, പിന്നെ ഇനി അതിനെവിടെ എന്ത് ചെയ്യേണ്ടതെന്നുള്ളത് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. കാരണം തലവേദനയാണെങ്കിൽ അങ്ങ് ഒഴിഞ്ഞു പൊക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയല്ല, അച്ഛൻ തന്നെ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്നെയും കൊണ്ടുപോകുള്ളൂ എന്ന് എനിക്ക് ഉറപ്പായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാം, അതിന് മുമ്പ് ഒരു കാര്യം ചെയ്യ്, ഞാൻ വരണായിട്ട് മുമ്പ് നിങ്ങൾ പ്രാർത്ഥിച്ചു കുമ്പസാരിച്ച് ഒരുങ്ങും. പിശാചാണെങ്കിൽ പിടിക്കാൻ വരുന്നവനും കിട്ടും, കൊണ്ടുപോയവനും കിട്ടും, എല്ലാവർക്കും കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥിച്ചു ഒരുങ്ങി വിശുദ്ധിയോടെ അല്ലാതെ ആ പണിക്ക് പോവരുത്. അവരും വിശുദ്ധരായിരിക്കണം, നമ്മൾക്കും വിശുദ്ധി വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചു ഒരുങ്ങട്ടെ, അമ്മച്ചി പോയിട്ടൊരു കാര്യം ചെയ്യും. ഞാൻ കുറച്ച് വെള്ളവും എണ്ണയും കുന്തിരിക്കൊക്കെ വെഞ്ചരിച്ചിട്ട് പറഞ്ഞു, ഒരു കൊന്തയും കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോയി വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്ക്, മാറിക്കോളും. വൈകുന്നേരം ആയപ്പോൾ പിറ്റേ ദിവസം കാലത്ത് ചേച്ചി വിളിച്ചു, ഒരു രക്ഷയില്ല, തട്ടുകൂടിയതല്ലാതെ കുറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം, എൻ്റെ വെഞ്ചിരിപ്പ് ഏശിയിട്ടില്ല എന്നാണ് കഥ. അപ്പോൾ ഞാൻ ചോദിച്ചു അങ്ങനെ അങ്ങ് വിട്ടാൽ ശരിയാവില്ല, ഒന്നെങ്കിൽ പിശാചി അല്ലെങ്കിൽ ഞാൻ ഒരാൾ മതി. അങ്ങേരെ പേരും പറഞ്ഞിറങ്ങിയിട്ട് നമുക്കൊരു വിലയില്ലാണ്ടായി ഇങ്ങനെ ശരിയാവണം. ഞാൻ പറഞ്ഞു ആ കളി എന്നാൽ തീർത്തു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കൊന്തയും കുരിശും കൊടുത്തിട്ട് ഇത് അവിടെ വയ്ക്ക്, തീരുമാനമാവും. പിറ്റേ ദിവസം കാലത്ത് ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു ഒന്നുമില്ല കേട്ടോ, വെറുതെ ആ കൊന്ത മാറിയെന്നാ തോന്നണം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കാത്തിരിക്കുക, സമയമുണ്ട്, ഇപ്പം ശരിയാക്കി തരാം. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നൊരു പയ്യനുണ്ട്, അവനോട് എടാ നീ പുറത്തിറങ്ങി നിന്നിട്ട് എന്താ സംഭവിക്കുന്നത് നോക്കാം, എത്ര മണിക്ക് സംഭവിക്കുന്നു. അച്ഛന് വേറെ പണിയില്ലാണ്ടാണ്, എനിക്ക് ജീവിക്കുക ഇനിയും കൊതിയുണ്ട്, പിശാചിനെ നോക്കാനാണ് ഞാൻ പുറത്തേക്കേണ്ട 1 മണി നേരത്ത് ഞാൻ നിൽക്കില്ല, അച്ഛൻ തന്നെ നിന്നോളാൻ പറയും, ഭയങ്കര പ്രശ്നമാണ് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വരാം. ഞാൻ പറഞ്ഞു നിങ്ങൾ അപ്പോൾ ഇവർക്ക് വേണ്ടി ആദ്യമേ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ഉള്ളിലൊരു തോന്നൽ ഇവർ വേറെ എന്തോ ചില ദൈവം അല്ലാത്തതിൽ ആശ്രയം വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വേറെ എന്തൊട്ടെങ്കിലും കലാപരിപാടി ചെയ്തിരുന്നോ? പണ്ട് തൂങ്കുഴി പിതാവ് ഒരു വീട് വെഞ്ചിരിക്കാൻ പോയി. തൂങ്കുഴി പിതാവ് വീട് വെഞ്ചിരിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ വീട് കഴുകിക്കൊണ്ടിരിക്കുക, മുൻഭാഗത്ത് ഇറ്റാലിയൻ മാർബിൾ, ഭയങ്കര വിലയുള്ള മാർബിൾ. ഇത് വെച്ചാൽ എന്താ പറ്റിയേ? അത് പശു ചാണകം ഇട്ടാന്ന് പറഞ്ഞു. ഇത്രയും പുത്തൻ വീടിനകത്ത് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ പശു കയറി വരുന്നത്? അല്ല, പശു കയറി വന്നതല്ല, ഞങ്ങൾ മുൻവശത്തോടെ കയറ്റി പിൻവശത്തോടെ കൊണ്ടുപോയതാ. എന്തിനത്? അത് ഇതിട്ട് ആശേരി പറഞ്ഞിരുന്നു, ഗോമാതാവ് അകത്തോട് കയറി പുറത്തുകൂടെ പോയി കഴിഞ്ഞാൽ ഐശ്വര്യം വരും, അതുകൊണ്ട് പശുവിനെ അറിയില്ലല്ലോ മെത്രാൻ വരുന്നുണ്ട് വെഞ്ചിരിക്കാൻ പോകാൻ തോന്നുന്നു. പശു കയറിയ വഴിക്ക് തന്നെ പുണ്യാഹവും തെളിച്ചു, ആവശ്യത്തിന് കാര്യങ്ങൾ അവിടെ ഇട്ട് പശുവിൻ്റെ വഴിക്ക് പോയി. അപ്പം മെത്രാനോട് നിന്ന് വെഞ്ചിരിക്കാനായിട്ട് മുമ്പ് ഐശ്വര്യം കയറി വരുന്ന ഏതി കൂടെയാ? പശുവിലൂടെ. ഞാൻ ചോദിച്ചു വിക്രികൾ എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ട്? ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഞാൻ വീണ്ടും ചോദിച്ചു ശരിക്കും പറ, ഞാൻ പ്രാർത്ഥിക്കാൻ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് സമ്മാനം വാങ്ങി പോരാൻ വയ്യ, അത്രയൊന്നും കെൽപ്പായിട്ടില്ല, കിടന്നു കഴിഞ്ഞാൽ ഒരാഴ്ച കിടക്കും, അതുകൊണ്ട് ദയവ് ഇത് പറയാൻ പറഞ്ഞു. ഒന്നുമില്ല. അവിടെ നിന്ന് വെഞ്ചിരിപ്പൊക്കെ കഴിഞ്ഞപ്പോഴും ഭയങ്കര അസ്വസ്ഥത, നമുക്ക് തലവേദനയൊക്കെ എടുക്കാൻ തുടങ്ങി, ചുമ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തോ ഉണ്ട്, നിങ്ങൾ കാര്യം പറ. എല്ലാം ഒന്നുമില്ല എന്ന് അച്ഛനോട് പറഞ്ഞില്ലേ, അച്ഛന് വിശ്വാസമില്ലാത്ത. അപ്പോൾ ഞാൻ ചോദിച്ചു വേണ്ട, ഇനിയിപ്പോൾ അവർ വിശ്വസിക്കില്ല. അതൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ചായ വേണ്ട, ഞാൻ പോവാം, എനിക്ക് തീരെ സുഖമില്ല, തലവേദനയൊക്കെ എടുക്കണമെന്ന്. അപ്പോൾ അമ്മ പറയാം മറ്റേ കാര്യം പറയുന്നില്ലേ? അപ്പം ഞാൻ ചെയ്ത് മറ്റേ കാര്യം. അപ്പം അവനോട് നീ പറഞ്ഞില്ലേ? അപ്പോൾ അത് മൂത്തവൻ താഴെയുള്ളവനോട്. അപ്പം നീ പറഞ്ഞില്ലേ? ഇല്ല. അപ്പോഴാണ് ചേട്ടന്മാർ കഥ പറയണേ, വീട് ഇങ്ങനെ നശിച്ച് കിടന്നപ്പോൾ ഇവൻ്റെ കൂട്ടുകാരന് ഭയങ്കര വിഷമം. കൂട്ടുകാരൻ അവനറിയാവുന്ന ഒരു മൊയിലാരും ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു. മൊയിലാർ എന്ത് ചെയ്തു, ഒരു കോഴിമുട്ടയിൽ ശീശു എന്നൊക്കെ പറഞ്ഞ് അറബിയിൽ എന്തൊക്കെ എഴുതിയിട്ട് ഇവന്മാരുടെയൊക്കെ തലയിൽ മന്ത്രിച്ച് ഊതിയിട്ട് ഈ മുട്ട കൊണ്ടുപോയിട്ട് 4 കൂടി റോഡിൻ്റെ നടുവിൽ അങ്ങ് തല്ലി പൊട്ടിച്ചു. അയാൾ അങ്ങ് പോയി. ഇപ്പം എന്താ ഉണ്ടായത്? കർത്താവായ യേശു ക്രിസ്തു ഏക ദൈവമാണെന്ന് പ്രഖ്യാപിച്ച അവൻ വേറെ ഏതോ ഒരു വിശ്വാസത്തിലേക്ക് തല താഴ്ത്തി വെച്ച് കൊടുത്തതിന് ശേഷം പറയാണ് ഞാൻ പറഞ്ഞു ഇനി കിട്ടാനുള്ളതൊക്കെ നിങ്ങളങ്ങ് വാങ്ങിക്കോ. നമ്മൾ എന്തിനോടാ യുദ്ധം ചെയ്യണേ എന്നുള്ള ബോധമില്ലാത്തിടത്താണ് നമുക്ക് അപകടം സംഭവിക്കുന്നത്. ആരോടാ യുദ്ധം ചെയ്യുന്നത്? എന്തിനോടാ യുദ്ധം ചെയ്യുന്നത്? ക്രിസ്ത്യാനി യുദ്ധത്തിലാണ് എല്ലാ സമയവും. അതുകൊണ്ടാണ് നിങ്ങൾ അവസാനം ഇവിടെ കൊണ്ടുവന്ന് കെടുത്തിയിട്ട് കയ്യിൽ പൂവും കാലിൽ ഷൂസൊക്കെ ഇട്ടിട്ട് തലയിൽ കിരീടം, അച്ഛൻ്റെ വക ഒരു കിരീടം വയ്ക്കും, സിസ്റ്റേഴ്സ് തലേസ് ഒരു കിരീടം വയ്ക്കും, അത് പോരാതെ കണ്ട് അച്ഛനൊരു കിരീടം വയ്ക്കും, കയ്യിലൊരു ബൊക്കെയൊക്കെ തരും. എന്നിട്ട് പറയും ഞാൻ നന്നായി ഓടി, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, ന്യായാധിപനായ നീതിമാനായ കർത്താവ് അന്ത്യവിധി ദിവസം എനിക്ക് നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. എന്തിനാ നിങ്ങൾക്ക് മുടി തരണേ? ഇന്നത്തെ ഈ തിരുവചന ഭാഗം വായിക്കാനായിട്ട് ഒരു പ്രത്യേക കാരണമുണ്ട്. നിങ്ങളോടൊരു സന്ദേശം പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുങ്ങുകയായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്
എൻ്റെ യുവജനങ്ങളെ ചെറിയൊരു യുവജനങ്ങളുടെ ശുശ്രൂഷയുണ്ട്. അവരെന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അച്ഛാ പിശാചുണ്ടോ, അങ്ങനെയൊക്കെ വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ? അതൊക്കെ അന്ധവിശ്വാസമല്ലേ? ഈ കാലഘട്ടത്തിൽ ഇനി പിശാചിനെ വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ? ദൈവത്തെ വിശ്വസിക്കുന്നവന് പിശാചിനെ പേടിക്കേണ്ട കാര്യമുണ്ടോ? അതൊക്കെ ഒരു തട്ടിപ്പീരി പരിപാടിയല്ലേ? അങ്ങനെ ദൈവത്തെക്കാൾ ശക്തനാണോ പിശാച്? ഉണ്ടെങ്കിൽ തന്നെ അത് കാണാൻ പറ്റുമോ? കണ്ടാൽ തന്നെ അത് വിശ്വസിക്കാൻ പറ്റുമോ? ഇനി അതിങ്ങനെ വൈകുന്നേരം നേരത്ത് വെള്ള സാരിയും കറുത്ത ഉടുപ്പൊക്കെ ഇട്ട്, അല്ലെങ്കിൽ 2 പല്ലൊക്കെ പുറത്തേക്ക് തള്ളി വലിയ കറുത്ത വാലൊക്കെ ആയിട്ട് മികാൽ മാലാഖയുടെ കാലിൻ്റെ അടിയിൽ കിടക്കണ ജാതിയാണോ ഈ പിശാച്? അങ്ങനെയൊക്കെ അവനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഒരുപാട് ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം, യുവജനങ്ങളുടെ അടുത്ത് അങ്ങനെ തക്കട തരികട പരിപാടികളൊന്നും നടക്കില്ല. കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അവർ അടുത്ത ചോദ്യം ചോദിക്കും. അപ്പോൾ പണ്ട് ഇതിൽ പറഞ്ഞോണം, ഓരോ കുരുക്കും മുറുകി വരും, അവസാനം നമ്മൾ പെടും. അപ്പോൾ ചോദ്യത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഈ വണ്ടി എങ്ങടവന്മാർ കൊണ്ടുപോകണമെന്ന് മനസ്സിലായി. പിശാചില്ല എന്ന് പറഞ്ഞ് ഇനി അടുത്തവന്മാർ ചോദ്യം വരണം, അപ്പോൾ ദൈവമുണ്ടോ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തെന്നാ? അപ്പോൾ ഞായറാഴ്ച നമ്മൾ പള്ളിയിൽ പോകണോ? കുർബാനയ്ക്കൊക്കെ ഇങ്ങനെ പോകേണ്ട ആവശ്യമുണ്ടോ? നന്മയൊക്കെ ഇത് ഈ വണ്ടി അവർ കൊണ്ട് മുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത് പാലക്കാട് ബസ് സ്റ്റാൻഡിലാണെന്ന് എനിക്കറിയാവുന്നതുകൊണ്ടും നമ്മൾ ഈ വഴിയൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയിട്ടുള്ളത് കൊണ്ടും ഞാൻ പറഞ്ഞു, ഞാൻ ഉത്തരം തരാം, ചങ്കൂറ്റുണ്ടെങ്കിൽ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പറയുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ കുറച്ച് നേരം നിന്നിട്ട് പറ, അവിടെ പിശാചുണ്ടോ ഇല്ലയോ? അപ്പോൾ അവർ പറഞ്ഞു, അത് സ്ഥലമൊക്കെ ആദ്യം പറ, അതങ്ങനെ റിസ്ക് എടുക്കാനൊന്നും പറ്റില്ല, അച്ഛനിപ്പോൾ പേടിക്കാനൊന്നുമില്ല, ഭാര്യ മക്കളൊന്നുമില്ല, പോയാൽ പോയി ഇല്ലെങ്കിൽ ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമല്ല, കുറേ പരിപാടി ഉള്ളതാണ്, അച്ഛൻ അത് ഇതൊക്കെ പറഞ്ഞ് അവിടെ ഇടും. അപ്പം ഞാൻ പറഞ്ഞു, ഒരു ദുർമരണം നടന്ന ഭവനത്തിൽ അല്ലെങ്കിൽ തിന്മ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരിടത്തിൽ, അത് പെട്ടെന്ന് മനസ്സിലാവാൻ ഏറ്റവും എളുപ്പവഴി, ഞാൻ പോവാത്തൊരു സ്ഥലമാണ് പക്ഷേ പറഞ്ഞു കേട്ടല്ലോ, ബാറ്. ഒരേ കെട്ടിടമാണ്, അതായത് സിമെൻറ്റും ഇതൊക്കെ വെച്ച് പണിതൊരു ആലയം, ഒരു കെട്ടിടം. അകത്തും പുറത്തിറങ്ങുമ്പോഴുള്ള വ്യത്യാസം എന്താണെന്ന് കയറിയോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും. ഒരേ കെട്ടിടം, അകത്ത് ഒരേ ലൈറ്റ്, വിളമ്പുന്ന സാധനത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. എന്താ സംഭവിക്കുന്നത്? ഇനി നിങ്ങളുമായിട്ട് ഇനി പഴയ നിയമത്തിൻ്റെ അകത്ത് ഈ ദാവീദിൻ്റെ ഒരു മോൻ താമാറുമായിട്ട് പാപം ചെയ്യുന്നുണ്ട്. എൻ്റെ അകത്തേക്ക് നോക്കിയാൽ മതി. താമാറിനെ ഭയങ്കര ആഗ്രഹമായിരുന്നു, കെട്ടാനുള്ള ഉദ്ദേശമില്ല. അങ്ങനെ ഒരു ദിവസം പറഞ്ഞു, എനിക്ക് ഭയങ്കര പനിയാണ്, ദാവീദ് വന്ന് എന്താ മോനെ പറ്റിയത്? കുറേ മക്കളുണ്ട്. അപ്പോൾ പറഞ്ഞു, അപ്പം ആ പനിയാണ്, എനിക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റണില്ല, കഞ്ഞി ഉണ്ടാക്കി തരാൻ, അവിടെ ചപ്പാത്തി എന്നാണ് പറഞ്ഞേക്കണേ, കഞ്ഞി ഉണ്ടാക്കി തരാൻ എൻ്റെ പെങ്ങളായ താമാറിനോട് വരാൻ പറ. അവൾ വന്നു. താമാറിനോട് പറഞ്ഞു, ഇവന്മാരൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്, ഇവിടെ കഴിക്കാൻ പറ്റില്ല, നമുക്ക് അകത്ത മുറി ചെന്നിരുന്ന് കഞ്ഞി കുടിക്കാം. അകത്ത് ചെന്നപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ താമാറ് പറഞ്ഞു, നീ അപ്പനോട് പറ, അപ്പം കെട്ടിച്ചേരും. അതിനൊന്നും സമയമില്ല. അവൾ അവിടെ വെച്ച് അപമാനിച്ചു, അവളുടെ ജീവിതം തകർത്ത്, അവളുടെ ചാരിത്രം കവർന്നെടുത്തതിന് ശേഷം പറഞ്ഞു, തിരുവചനം എഴുതി വെച്ചേക്ക, അവൻ പൂർവാധികം ശക്തിയായിട്ട് വെറുത്തു. എന്താ സംഭവിച്ചത്? പാപത്തിന്റെ ബാക്കി പത്രമായിട്ട് കടന്നു വരുന്നതിൻ്റെ പേരാണ് വെറുപ്പ്, ശാപം, ഭയം, കോപം, മറ്റുള്ളവർ ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ സാത്താനുണ്ടോയെന്ന് ചോദിക്കുന്നവർക്ക് ഒറ്റ ചോദ്യമുള്ളൂ, ചങ്കുപൊട്ടി ദൈവത്തെ വിളിച്ച് തമ്പുരാന് വേണ്ടി ജീവിച്ച് തമ്പുരാന് വേണ്ടി മരിച്ച പൗലോസ് തൻ്റെ ജീവിതത്തിൽ നിലവിളിച്ചിട്ട് പറയാ, ഞാൻ ഇച്ഛിക്കുന്ന നന്മയൊന്നുമല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ എൻ്റെ അകത്ത് ഞാൻ ഇച്ഛിക്കാത്തത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒന്നുണ്ട്, ഞാൻ ഇച്ഛിക്കുന്ന ഒന്നുമല്ല. എന്നിട്ട് പൗലോസ് പറയാണ്, ദുഃഖത്തോടു കൂടി പറയാ, എനിക്കൊരു കുറവുണ്ട്, പ്രശ്നമുണ്ട്, മുള്ളുണ്ട്, ഞാൻ കുറേ നാളായി അങ്ങേരോട് പറയുന്നു, ഇതൊന്നെടുത്ത് മാറ്റിയാൽ മതി, ജീവിതം അടിപൊളിയാണ്. ഒറ്റ പ്രശ്നമുള്ളൂ, വേറെ വലുതൊന്നുമില്ല, ഒരു ഒറ്റ പ്രശ്നം, അതാണെങ്കിൽ ജീവിതത്തിൽ നിന്ന് പോകുന്നുമില്ല. എല്ലാവർക്കും കാണും ഒരു മുള്ള്. ആ മുള്ളിൻ്റെ പുറത്താണ് ഈ വക വിക്രികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മുള്ളാണ് ഈ തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ മുള്ളുള്ളോ, ആ മുള്ളങ്ങ് മാറിയാണ്ടല്ലോ പരിശുദ്ധ കന്യകാമാതാവ് മാറി നിൽക്കും നമ്മുടെ മുമ്പിൽ. കാരണം എന്താ? നമ്മൾ പിന്നെ വിശുദ്ധരാ, ഒരു ടെൻഷനും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. അപ്പൊ ആ മുള്ളു മാറാൻ പൗലോസ് അങ്ങ് നിലവിളിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, അത് അവിടെ അങ്ങോട്ട് ഇരിക്കട്ടെ, മാറ്റണില്ല, പകരം വേറൊരു കാര്യം ചെയ്തു തരാം, കൃപ തരാം, മുള്ള് അവിടെ ഇരിക്കും, കൃപ തരാം. അപ്പൊ പത്രോസിനെ ഭയപ്പെടുത്തിയ മുള്ള്, പത്രോസിനെ നിലവിളിച്ച് കരയാൻ പാകത്തിലെ നിലവിളിക്കാൻ തക്ക രീതിയിൽ അവനെ വേദനിപ്പിച്ചിരുന്നൊരു മുള്ള് വലിയ അബ്ദധാരണ എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനൊരു സംഭവം ഇല്ല. ഒരു അപകടം. രണ്ടാമത്തെ അപകടം, എല്ലായിടത്തും പിന്നെ പിശാച. ഇന്നലെ ഞാൻ ഒരു പള്ളിയിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ അവിടെ പറഞ്ഞ കാര്യമാണ്, പിന്നെ അവിടുത്തുകാരും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം. ഒരു വീട്ടിലേക്ക് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ, അച്ഛൻ ഭയങ്കര പിശാച് ബാധയാണ്. അപ്പം ഞാൻ പറഞ്ഞു, അതിങ്ങനെ മനസ്സിലായത്? അത് അച്ഛൻ അറിയാണ്ട, വൈകുന്നേരം ഒരു 1 മണി കഴിയുമ്പോൾ
ഡോറയിൽ മുട്ട് കേൾക്കുന്നു. എന്നിട്ട് മുട്ട് കേട്ട് ഞങ്ങൾ തുറന്നു നോക്കുമ്പോൾ ആരുമില്ല. അപ്പോൾ സംഭവത്തിൽ കയ്യിൽ നിന്ന് പോകാൻ സാധ്യതയല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേച്ചി കുറച്ചും കൂടി ബുദ്ധിയും ബോധമുള്ള അച്ഛന്മാരെയൊക്കെ വിളിക്കി, നമ്മൾ അച്ഛനായിട്ട് തുടങ്ങിയിട്ടുള്ള 1 കൊല്ലം ആവുന്നുള്ളൂ, ഇപ്പോഴല്ല 3 കൊല്ലം മുമ്പത്തെ കാര്യമാണ്, ഇപ്പോൾ 3 കൊല്ലമായി, അതുകൊണ്ട് മൂത്തു എന്നല്ല അർത്ഥം, എന്നാലും അന്ന് അത്രയും ബോധമില്ല. അപ്പം ഞാൻ പറഞ്ഞു, കുറച്ചും കൂടി സീനിയർ അച്ഛന്മാരൊക്കെ ആണെങ്കിൽ അതിനെ പിടിയാലേ കൊണ്ടുപോകുള്ളൂ, എനിക്ക് പിടിക്കാൻ മാത്രം അറിയോ, പിന്നെ ഇനി അതിനെ എവിടെ എന്ത് ചെയ്യേണ്ടതെന്നുള്ളത് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. കാരണം തലവേദനയാണെങ്കിൽ അങ്ങ് ഒഴിഞ്ഞു പൊക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയല്ല, അച്ഛൻ തന്നെ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് എന്നെയും കൊണ്ടുപോകുള്ളൂ എന്ന് എനിക്ക് ഉറപ്പായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വരാം, അതിന് മുമ്പ് ഒരു കാര്യം ചെയ്യ്, ഞാൻ വരണായിട്ട് മുമ്പ് നിങ്ങൾ പ്രാർത്ഥിച്ചു കുമ്പസാരിച്ച് ഒരുങ്ങും, പിശാചാണെങ്കിൽ പിടിക്കാൻ വരുന്നവനും കിട്ടും, കൊണ്ടുപോയവനും കിട്ടും, എല്ലാവർക്കും കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥിച്ചു ഒരുങ്ങി വിശുദ്ധിയോടെ അല്ലാതെ ആ പണിക്ക് പോകരുത്, അവരും വിശുദ്ധരായിരിക്കണം, നമുക്കും വിശുദ്ധി വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചു ഒരുങ്ങട്ടെ, അമ്മച്ചി പോയിട്ടൊരു കാര്യം ചെയ്യും, ഞാൻ കുറച്ച് വെള്ളവും എണ്ണയും കുന്തിരിക്കൊക്കെ വെഞ്ചരിച്ചിട്ട് പറഞ്ഞു, ഒരു കൊന്തയും കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോയി വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്ക്, മാറിക്കോളും. വൈകുന്നേരം ആയപ്പോൾ പിറ്റേ ദിവസം കാലത്ത് ചേച്ചി വിളിച്ചു, ഒരു രക്ഷയില്ല, തട്ട് കൂടിയതല്ലാതെ കുറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം, എൻ്റെ വെഞ്ചിരിപ്പ് ഏശിയിട്ടില്ല എന്നാണ് കഥ. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെ അങ്ങ് വിട്ടാൽ ശരിയാവില്ല, ഒന്നെങ്കിൽ പിശാചി അല്ലെങ്കിൽ ഞാൻ, ഒരാൾ മതി. അങ്ങേരെ പേരും പറഞ്ഞിറങ്ങിയിട്ട് നമുക്കൊരു വിലയില്ലാണ്ടായി ഇങ്ങനെ ശരിയാവണം. ഞാൻ പറഞ്ഞു, ആ കളി എന്നാൽ തീർത്ത് തരാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കൊന്തയും കുരിശും കൊടുത്തിട്ട് ഇത് അവിടെ വയ്ക്ക്, തീരുമാനമാവും. പിറ്റേ ദിവസം കാലത്ത് ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു, ഒന്നുമില്ല കേട്ടോ, വെറുതെ ആ കൊന്ത മാറിയെന്നാ തോന്നണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, കാത്തിരിക്കുക, സമയമുണ്ട്, ഇപ്പോൾ ശരിയാക്കി തരാം. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നൊരു പയ്യനുണ്ട്, അവനോട്, എടാ നീ പുറത്തിറങ്ങി നിന്നിട്ട് എന്താ സംഭവിക്കുന്നത് നോക്കി, എത്ര മണിക്കാണ് സംഭവിക്കുന്നു. അച്ഛന് വേറെ പണിയില്ലാണ്ടാണ്, എനിക്ക് ജീവിക്കുക ഇനിയും കൊതിയുണ്ട്, പിശാചിനെ നോക്കാനാണ് ഞാൻ പുറത്തേക്കണ്ട് 1 മണി നേരത്ത്, ഞാൻ നിൽക്കില്ല, അച്ഛൻ തന്നെ നിന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ക്യാമറ ഒക്കെ ഉണ്ടല്ലോ, മൊബൈലിൽ ക്യാമറ ഒക്കെ, നീ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്ക്. അവൻ ബുദ്ധിപൂർവ്വം ചെയ്തു. അവസാനം നോക്കി പിടിച്ചു വന്നപ്പോൾ ഒരു പൂച്ചയാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. വീടിൻ്റെ ഉമ്മറത്ത് പൂട്ട് ഇങ്ങനെ വാതിലയിൽ തൂക്കിയിടും, നമ്മൾ പൂട്ടി തൂക്കിയിടും. ഈ പൂട്ട് തൂക്കിയിട്ടതിൽ എന്ത് ചെയ്യും, വൈകുന്നേരം ആകുമ്പോൾ ലൈറ്റ് ഇടുമ്പോൾ വെളിച്ചടിക്കും. അപ്പോൾ ഈ സിൽവർ പൂട്ട്, ഒരു വെള്ളി കളറുണ്ടല്ലോ ഈ പൂട്ടിന്, ഇത് തിളങ്ങും, പൂച്ച എന്ത് ചെയ്യും, അതും ഒരു തട്ടങ്ങ് തട്ട്. സംഗതി ശരിയാ, പൂച്ച ഒപ്പിച്ചിരുന്ന പണിയാ. അപ്പം എല്ലായിടത്തും പിശാചിനെ കാണാനുള്ള ത്വരയും ഒരുപോലെ അപകടമാണ്. എന്നാൽ പിശാചില്ലെന്ന് പറയുന്നത് അതിൽ അപകടം വരാം. ഇനി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം, നമ്മൾ എന്തിനോടാ യുദ്ധം ചെയ്യണേ എന്നുള്ള ബോധമില്ലാത്തിടത്താണ് നമുക്ക് അപകടം സംഭവിക്കുന്നത്. ആരോടാ യുദ്ധം ചെയ്യുന്നത്, എന്തിനോടാ യുദ്ധം ചെയ്യുന്നത്? ക്രിസ്ത്യാനി യുദ്ധത്തിലാണ് എല്ലാ സമയവും. അതുകൊണ്ടാണ് നിങ്ങൾ അവസാനം ഇവിടെ കൊണ്ടുവന്ന് കെടുത്തിയിട്ട് കയ്യിൽ പൂവും കാലിൽ ഷൂസൊക്കെ ഇട്ടിട്ട് തലയിൽ കിരീടം, അച്ഛൻ്റെ വക ഒരു കിരീടം വയ്ക്കും, സിസ്റ്റേഴ്സ് തലേസ് ഒരു കിരീടം വയ്ക്കും, അത് പോരാതെ കണ്ട് അച്ഛനൊരു കിരീടം വയ്ക്കും, കയ്യിലൊരു ബൊക്കെയൊക്കെ തരും. എന്നിട്ട് പറയും, ഞാൻ നന്നായി ഓടി, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, ന്യായാധിപനായ നീതിമാനായ കർത്താവ് അന്ത്യവിധി ദിവസം എനിക്ക് നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. എന്തിനാ നിങ്ങൾക്ക് മുടി തരണേ? നിങ്ങൾക്ക് കിരീടം തരാൻ നിങ്ങളിവിടെ എന്താ ചെയ്തത്? സമ്മാനം കൊടുക്കുന്ന, കിരീടം കൊടുക്കുന്ന ആർക്കാ? വിജയിക്കുക. നിങ്ങൾ വിജയിച്ചു എന്ന് പറയാൻ നിങ്ങളിവിടെ എന്താ ചെയ്തു? സത്യത്തിൽ എന്തിനു വേണ്ടിയിട്ടാ? പണ്ടൊരപ്പച്ചനെ ശവടപ്പ് നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വന്ന് ട്രാൻസ്ഫറായി വന്നിട്ടുള്ളൂ. അപ്പം എന്നോട് അവിടുത്തെ വികാരിച്ചൻ പറഞ്ഞു, അച്ഛൻ 4 വാക്ക് അങ്ങ് പറ. എനിക്ക് ഭയങ്കര സന്തോഷം. ഇത്രയും സീനിയർ അച്ഛന്മാർ 5-6 ആളുണ്ട്. നമ്മൾ പട്ടൊക്കെ കിട്ടി വികാരിയായിട്ട് വന്നിട്ടുള്ള 1 കൊല്ലം കഴിഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, പിന്നെന്താ, അത് നമുക്ക് പണ്ടേയുള്ള അസുഖമാണ്, കേട്ടോ പാതി കേൾക്കാത്ത പാതി തെറ്റും. അപ്പോൾ നോക്കുമ്പോൾ സംസ്കാര ശുശ്രൂഷകൾ തുടങ്ങി, എൻ്റെ ഇടയ്ക്കാണ് ഇത് തന്നിരിക്കുന്ന പണി. അപ്പോൾ എനിക്കൊന്നും ചോദിച്ചറിയുന്നതല്ല. അപ്പോൾ ഞാൻ ഇപ്പുറത്ത് കൊണ്ടുകൊണ്ട് ചോദിച്ചു, കക്ഷി എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. അപ്പം ചോദിച്ചു, പിന്നെ പേടിക്കാമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, മക്കളൊക്കെ ഒരുത്തുണ്ട്, പിന്നെ ഭാര്യ എവിടെ ഉണ്ട്? അപ്പോൾ പറഞ്ഞു, വേറെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, മക്കൾ വേറെ ഉണ്ടാവും എന്നുള്ള അർത്ഥത്തിലാവും. അപ്പോൾ ഈ അങ്ങടും ഇല്ലാണ്ടൊരു പ്രസംഗം പറയാൻ പറ്റും. അത് അച്ഛന്മാർക്ക് ദൈവം കൊടുത്ത കൃപയാണ്. അതായത് അപ്പാപ്പനെ തൊടാതെ വേറെ എന്തെങ്കിലുമൊക്കെ, ഈ കാടും പടരുന്നില്ല എന്ന് പറയും, ഉത്താനത്തിൽ വിശ്വസിക്കുക. അപ്പോൾ അത് അപ്പാപ്പനെ തുടരുത്. കാരണം എന്താ, ചിലരും മരിച്ചു കഴിഞ്ഞാണ്ടല്ലോ ഈ അച്ഛന്മാർ മുഖത്ത് നോക്കി നുണ പറയുന്നതിൻ്റെ ഗതികേട് വരും. കാരണം എന്താ, എന്തെങ്കിലും പറഞ്ഞാൽ നുണയായി പോവും. അപ്പോൾ മര്യാദയ്ക്ക് ജീവിക്കുക. അപ്പോൾ ഈ അപ്പാപ്പനെ കുറിച്ച് ഞാൻ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ദൈവിക വിശുദ്ധിയോടെ ജീവിച്ച് മക്കൾക്കും കുടുംബത്തിനു വേണ്ടി ജീവിച്ച്, അപ്പോൾ ഓരോന്ന് പറയുമ്പോഴും ആൾക്കാർ രൂക്ഷമായിട്ട് എന്നെ നോക്കുന്നുണ്ട്. ഈ പുണ്യപ്പെട്ട ജീവിതം ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ നമുക്ക് സന്തോഷിക്കാം. ദൈവസന്നിധിയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. സമ്മാനം ദൈവം കൊടുക്കട്ടെ. ഒത്തിരി പോരാടി കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടിയൊക്കെ. അപ്പോൾ വികാരിച്ചൻ എന്നെ ഒരു ചെറിയ പുഞ്ചിരി, കള്ളച്ചിരിയോടുകൂടി നോക്കുന്നുണ്ട്. ഇതൊന്നൊക്കെ ഞാൻ കാണുന്നുണ്ടെങ്കിലും ഇടയിൽ നിർത്താൻ പറ്റില്ല. ശവടപ്പല്ല, കല്യാണമൊക്കെ ആണെങ്കിൽ ഇടയിൽ നിർത്തി വേറെ അച്ഛന് കൊടുത്തിട്ട് പോകും, അത് നടക്കില്ല. ഇതൊക്കെ കഴിഞ്ഞ് ശവം എടുത്തു. പിന്നെ ഞാൻ പള്ളിയിൽ പോകുന്നില്ല, ഞാൻ തിരിച്ചു പോവുക. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എന്താ ചിരിച്ചത്? അത് പിള്ളേരോട് ചോദിച്ചാൽ പറഞ്ഞിരുന്നു. അപ്പോൾ എന്നെ കൊണ്ടുപോയി 2 യൂത്താണ്. ഇത് കഴിഞ്ഞിറങ്ങിയപ്പോൾ ചോദിച്ചാൽ എന്താണ് പ്രശ്നം? അല്ല കുഴപ്പമില്ല, അപ്പാപ്പന് വേറെയും ചില ഭാര്യമാരുണ്ടെന്ന് പൊതു ശ്രുതി നാട്ടിലുണ്ട്, പിന്നെ മോൻ അപ്പനായിട്ട് തെറ്റി നിൽക്കുകയാണ് ഇതിൻ്റെ പേരിൽ.
പിന്നെ ഈ കക്ഷി നാട്ടിൽ വരാറില്ല, കുടുംബം നോക്കാറില്ല. അയാളെ കുറിച്ചാണ് അച്ഛൻ ഇമാതിരി തള്ളിയിരിക്കുന്നത്. ഭാര്യ നോക്കി വെച്ചിട്ടുണ്ട്, 41 7 പോവാതിരുന്ന അച്ഛൻ്റെ ആരോഗ്യത്തിന് അതാണ് നല്ലത്. നമ്മുടെ ജീവിതത്തിന്റെ പോരാട്ടം എന്താണെന്ന് പൗലോസ് ശ്ലീഹ എഫേസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിലെ 10-ാം വാക്യം മുതൽ ഓർമ്മിപ്പിക്കും. നിങ്ങളുടെ യുദ്ധം ശരീരത്തോടും ആത്മാവിനോടും മാംസത്തോടും അല്ല, മറിച്ച് ഉന്നതത്തിൽ വസിക്കുന്ന സ്വർഗീയടങ്ങളിൽ പോലും കുഴപ്പമുണ്ടാക്കാൻ പ്രാപ്തിയുള്ള പിശാചിനോടാണ് യുദ്ധം ചെയ്യുന്നതെന്ന്. അപ്പൊ ക്രിസ്ത്യാനി ഇവിടെ വന്നിരുന്ന് വെറുതെ അങ്ങ് സ്കൂളിൽ ചേർന്ന് 10ാം ക്ലാസ് കഴിയുമ്പോൾ പോകാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ആന മണ്ടത്തരോ. അതിനല്ല നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നതിൻ്റെ കൃത്യമായ കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന, സ്വർഗത്തിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന ആത്മാക്കളെ തകർത്ത് കളയാൻ ശക്തിയുള്ള പിശാചിനോടെ പോരാടണേ. നമ്മുടെ മണ്ടത്തരം എന്താണെന്നറിയോ? നമ്മൾ 4 ദിവസം നോമ്പെടുത്തിട്ട് പറയും ഇതല്ല ഇതിൻ്റെ അപ്പുറം ജയിച്ചവനാണ് ഞാൻ. എന്നിട്ട് എന്ത് ചെയ്യും? 4-ാം പക്കം കഴിഞ്ഞ് 5-ാം പക്കം ഹോട്ടലിൽ ചെന്നിരിക്കുമ്പോൾ 10 ന്യായം. അതുകൊണ്ടാണ് പലപ്പോഴും പിശാചി വീഴ്ത്തുന്ന ആദ്യ തന്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയെ അങ്ങ് അന്ധകാരമാക്കി കളയും, ബുദ്ധി അങ്ങ് ഇരുട്ടത്താക്കും. എന്നിട്ട് നമ്മൾ ചെയ്യുന്നൊരു കലാപരിപാടി ഉണ്ട്. എന്ത് ചെയ്യും? ഇവിടുന്ന് ധ്യാന കേന്ദ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ കുമ്പസാരിപ്പിക്കും, അച്ഛൻ പറയും ക്ഷമിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. ഓക്കെ, റെഡി. എന്തുട്ടേക്ക് ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ പോണേ? ഇന്നലെ മറിയാമ്മ പറഞ്ഞ കുറ്റം, അത് ക്ഷമിച്ച് പ്രാർത്ഥിച്ചു. ഇന്നലെ അവള് പറഞ്ഞത്, ഭാര്യ പറഞ്ഞ് ക്ഷമിച്ചു പ്രാർത്ഥിച്ചു, കുഴപ്പമില്ല. അല്പക്കാലം വേലി മാറ്റിക്കുത്തി, അതിർത്തി മാറ്റിക്കുത്തി, മണ്ണ് മാന്തി, അതും ക്ഷമിച്ചു പ്രാർത്ഥിച്ചു. പക്ഷേ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് എൻ്റെ ചങ്കയെ തൊടുന്നോണം എൻ്റെ സഹോദരൻ പറഞ്ഞൊരു വാക്കുണ്ട്, അത് റിസർവ് ബാങ്കിൽ വെച്ചേക്ക. എന്തിനാ? അത് പുറത്തു കൊടുക്കാൻ പറ്റില്ല, അത് പുറത്തു കൊടുക്കാൻ പറ്റില്ല. കൊല്ലങ്ങൾക്ക് മുമ്പ് എനിക്ക് അർഹതപ്പെട്ട സ്വത്ത് എൻ്റെ സഹോദരൻ എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് വാങ്ങി എൻ്റെ കുടുംബത്തിൽ നിന്ന് ഇറക്കി വിട്ടതിൻ്റെ മുറിവൻ്റെ അകത്തുണ്ട്, അത് ഞാൻ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ പറയും കർത്താവേ കൃപ തരണം. ആർക്ക് തരണം? എന്തിന് തരണത്? വന്നിട്ട് അച്ഛന്മാരെ വട്ടം ചുറ്റിച്ചുകൊണ്ടിരിക്കും, ഒന്നും അങ്ങോട്ട് ശരിയാവണില്ല. പച്ചന്മാർ പാവങ്ങൾ അവറ്റങ്ങൾ പറയും എല്ലാവരും ക്ഷമിച്ച് പ്രാർത്ഥിക്കും. പിന്നെ ഞാരുമില്ല ബാക്കി. കുറച്ച് ആളുകൾക്ക് മുമ്പ് ഒരു വീട്ടിലേക്ക് വെഞ്ചരിക്കാൻ വിളിച്ചുകൊണ്ടായി, ഭയങ്കര പ്രശ്നമാണ് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വരാം. ഞാൻ പറഞ്ഞു നിങ്ങൾ അപ്പോൾ ഇവർക്ക് വേണ്ടി ആദ്യമേ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ഉള്ളിലൊരു തോന്നൽ ഇവർ വേറെ എന്തോ ചില ദൈവം അല്ലാത്തതിൽ ആശ്രയം വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വേറെ എന്തൊട്ടെങ്കിലും കലാപരിപാടി ചെയ്തിരുന്നോ? പണ്ട് തൂങ്കുഴി പിതാവ് ഒരു വീട് വെഞ്ചിരിക്കാൻ പോയി. തൂങ്കുഴി പിതാവ് വീട് വെഞ്ചിരിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ വീട് കഴുകിക്കൊണ്ടിരിക്കുക, മുൻഭാഗത്ത് ഇറ്റാലിയൻ മാർബിള്, ഭയങ്കര വിലയുള്ള മാർബിള്. പിതാവ് ചോദിച്ചാൽ എന്താ പറ്റിയേ? അത് പശു ചാണകം ഇട്ടാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇത്രയും പുത്തൻ വീടിൻ്റെ അകത്ത് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ പശു കയറി വരുന്നത്? അല്ല, പശു കയറി വന്നതല്ല, ഞങ്ങൾ മുൻവശത്തോട് കയറ്റി പിൻവശത്തോടെ കൊണ്ടുപോയതാ. എന്തിനത്? അത് ഇതിട്ട ആശേരി പറഞ്ഞിരുന്നു, ഗോമാതാവ് അകത്തോട് കയറി ഇപ്പുറത്തോടെ പോയി കഴിഞ്ഞാൽ ഐശ്വര്യം വരും, അതുകൊണ്ട് പശുവിനെ അറിയില്ലല്ലോ മെത്രാൻ വരുന്നുണ്ട് വെഞ്ചിരിക്കാൻ പോകാമെന്നൊന്നും. പശു കയറിയ വഴിക്ക് തന്നെ പുണ്യാഹവും തെളിച്ചു, ആവശ്യത്തിന് കാര്യങ്ങൾ അവിടെ ഇട്ടിട്ട് പശുവിൻ്റെ വഴിക്ക് പോയി. അപ്പം മെത്രാനെ കൊണ്ടൊന്ന് വെഞ്ചിരിക്കാനായിട്ട് മുമ്പ് ഐശ്വര്യം കയറി വരുന്ന ഏതി കൂടെയാ? പശുവിലൂടെ. ഞാൻ ചോദിച്ചു വിക്രികൾ എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ട്? ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഞാൻ വീണ്ടും ചോദിച്ചു ശരിക്കും പറ, ഞാൻ പ്രാർത്ഥിക്കാൻ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് സമ്മാനം വാങ്ങി പോരാൻ വയ്യ, അത്രയൊന്നും കെൽപ്പായിട്ടില്ല, കിടന്നു കഴിഞ്ഞാൽ ഒരാഴ്ച കിടക്കും, അതുകൊണ്ട് ദയവ് ഇത് പറയാൻ പറഞ്ഞു. ഒന്നുമില്ല. അവിടെ നിന്ന് വെഞ്ചിരിപ്പൊക്കെ കഴിഞ്ഞപ്പോഴും ഭയങ്കര അസ്വസ്ഥത, നമുക്ക് തലവേദനയൊക്കെ എടുക്കാൻ തുടങ്ങി, ചുമ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു എന്തോ ഉണ്ട്, നിങ്ങൾ കാര്യം പറ. എല്ലാം ഒന്നുമില്ല എന്ന് അച്ഛനോട് പറഞ്ഞില്ല, അച്ഛന് വിശ്വാസമില്ലാത്ത. അപ്പം ഞാൻ ചോദിച്ചു വേണ്ട, ഇനിയിപ്പോൾ അവർ വിശ്വസിക്കേണ്ട. അതൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ചായ വേണ്ട, ഞാൻ പോവാ, എനിക്ക് തീരെ സുഖമില്ല, തലവേദനയൊക്കെ എടുക്കണമെന്ന്. അപ്പം അമ്മ പറയാം മറ്റേ കാര്യം പറയുന്നില്ലേ? അപ്പം ഞാൻ ചെയ്ത് മറ്റേ കാര്യം. അപ്പം അവനോട് നീ പറഞ്ഞില്ലേ? അപ്പം അത് മൂത്തവൻ താഴെയുള്ളവനോട്. അപ്പം നീ പറഞ്ഞില്ലേ? ഇല്ല. അപ്പോഴാണ് ചേട്ടന്മാർ കഥ പറയണേ, വീട് ഇങ്ങനെ നശിച്ച് കിടന്നപ്പോൾ ഇവൻ്റെ കൂട്ടുകാരന് ഭയങ്കര വിഷമം. കൂട്ടുകാരൻ അവനറിയാവുന്ന ഒരു മൊയിലാരും ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു. മൊയിലാരി എന്ത് ചെയ്തു? ഒരു കോഴിമുട്ടയിൽ ശീശു എന്നൊക്കെ പറഞ്ഞ് അറബിയിൽ എന്തൊക്കെ എഴുതിയിട്ട് ഇവന്മാരുടെയൊക്കെ തലയിൽ മന്ത്രിച്ച് ഊതിയിട്ട് ഈ മുട്ട കൊണ്ടുപോയിട്ട് 4 കൂടി റോഡിൻ്റെ നടുവിൽ അങ്ങ് തല്ലി പൊട്ടിച്ചു. അയാൾ അങ്ങ് പോയി. ഇപ്പം എന്താ ഉണ്ടായത്? കർത്താവായ യേശു ക്രിസ്തു ഏക ദൈവമാണെന്ന് പ്രഖ്യാപിച്ച അവൻ വേറെ ഏതോ ഒരു വിശ്വാസത്തിലേക്ക് തല താഴ്ത്തി വെച്ച് കൊടുത്തതിന് ശേഷം പറയാണ് ഞാൻ പറഞ്ഞു ഇനി കിട്ടാനുള്ളതൊക്കെ നിങ്ങളങ്ങ് വാങ്ങിക്കോ, ഇനി കിട്ടാനുള്ളതൊക്കെ അവനാൻ തന്നെ വിളിച്ചകത്ത് കയറ്റിയേക്കണല്ലേ. അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇട്ടിട്ട് വരാൻ പറ്റില്ലല്ലോ. മണ്ടത്തരം കാട്ടിയാലും നമ്മുടെ ആത്മാക്കളാണ്, നമുക്ക് കളയാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവല്ലാത്ത ഒന്നിലേക്ക് നിങ്ങൾ ആശ്രയം കണ്ടെത്തി തുടങ്ങുമ്പോൾ അതിന് പിശാച് ഉപയോഗിക്കുന്ന ആദ്യ തന്ത്രമാണ് നമ്മളെ തന്നെ ന്യായീകരിക്കാൻ തുടങ്ങും. ആദത്തോട് ചോദിച്ചു നീ എന്തിനാ പഴം തന്നേ? നീ ഒരുത്തിനെ കൂട്ടിനെ വന്നിട്ട് പോയിട്ടില്ലേ?
അവളാ വഴി തെറ്റിച്ചത്. അവളോട് ചോദിച്ചു, നീ എന്താ ചെയ്തേ? നീ ഇവിടെ ഒരുത്തനെ സൃഷ്ടിച്ച് വിട്ടിട്ടില്ലേ, കാലും വാലും ഇല്ലാണ്ട് ഒരുത്തൻ. അവൻ കിടന്ന് നടന്നിട്ട് പറഞ്ഞു, ഇത്തിരി തിന്നാൽ മതി, വലിയ കഷ്ണം തിന്നണ്ട, പാവമായി, ദൈവം പാവമല്ലേ, ഒന്നും ചെയ്യില്ല. പിന്നെ അതുപോലെയൊക്കെ ആവുമെന്നാണ് പറയണേ. ആദ്യത്തെ പാപത്തിലേക്ക് വഴി തെളിയിച്ചത് ഇതായിരുന്നു. എന്ത്? ദൈവത്തെ പോലെ ആകാം. ബുദ്ധിയുടെ അഹന്ത അങ്ങ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവത്തെ പോലെ ആകണം, അങ്ങനെയൊക്കെ ചെയ്യണം. സത്യത്തിൽ അവർ ദൈവത്തെ പോലെയാണ്. അവരെ അങ്ങ് വഴി തെറ്റിച്ച് കളഞ്ഞു. ബുദ്ധിക്കകത്ത് അന്ധകാരം നിറച്ചു കളഞ്ഞപ്പോൾ എല്ലാം കുറ്റപ്പെടുത്തലുകളും എക്സ്ക്യൂസുകളും നടത്താൻ തുടങ്ങി. ഞായറാഴ്ച കുർബാനയ്ക്ക് പോയില്ലെങ്കിൽ നമ്മൾ പറയും, സാരമില്ല, കർത്താവ് എന്തെന്നാ പറഞ്ഞേക്കണേ, ഇങ്ങനെയൊക്കെ ചെയ്താലും ഞാൻ ക്ഷമിക്കും, ഞാൻ വിശാല ഹൃദയനാണ്, കരുണാമയനാണ്. നമ്മൾ 500 ന്യായീകരണം. പാപത്തിൽ പിശാച് ആധിപത്യം പുലർത്തുന്ന ആദ്യത്തെ ഘട്ടമാണ് ബുദ്ധിക്കകത്ത് അന്ധകാരം നിറഞ്ഞ് നമ്മൾ പതുക്കെ നമ്മുടെ തെറ്റുകളെ ന്യായീകരിക്കാൻ ആരംഭിക്കും. അതാണ് ആദ്യത്തെ പടി. പിശാചിന്റെ ആദ്യ തന്ത്രം നമ്മുടെ തെറ്റുകൾക്ക് നേരെ നമ്മൾ കണ്ണടയ്ക്കും, ഇരുട്ടാക്കും, അതിനെ ന്യായീകരിക്കാൻ ആരംഭിക്കും. ഞാൻ തല്ലുകൂടിയ കുഴപ്പമില്ല. പണ്ട് എൻ്റെ വീടിൻ്റെ അകത്ത് ഭയങ്കര വഴക്കടന്നുകൊണ്ടിരിക്കുക, ഒരു അതിർത്തി തർക്ക. അപ്പോഴാണ് പള്ളിയിൽ 3-ാം മണി അടിക്കുന്നത്. നിങ്ങൾക്കറിയാം, 3-ാം മണി കൂട്ടമണി അടിച്ച് 3 മണി അടിക്കും. പിന്നെ നടമണിയാണ് 1-2 അത് കേൾക്കാം നമുക്ക്. അപ്പോൾ ഇതാകുമ്പോഴാണ് അമ്മാമ്മമാർ സാധാരണ ഗതിക്ക് കവണിയൊക്കെ എടുത്ത് പുതച്ച്, അപ്പോൾ ഈ ഇറങ്ങണ കൂട്ടത്തിൽ പറയാ, കുർബാന കഴിഞ്ഞിട്ട് വരട്ടടി, ബാക്കി തരാമെന്ന്. ഇപ്പം എന്തിനാ പോണപ്പം അങ്ങോട്ട്? കുർബാന കഴിഞ്ഞിട്ട് വരട്ടെ ബാക്കി. അപ്പം എൻ്റെ കുരുത്തക്കേടിന് എനിക്ക് കാലത്ത് കുർബാന കഴിഞ്ഞ് ഉച്ചരിഞ്ഞ് കുർബാനയ്ക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് ഞാൻ ഷമ്മാസനാണ്, ഞാൻ ഉടുപ്പിട്ട് പിന്നാലെയുണ്ട്. അമ്മാമ്മ തിരിഞ്ഞു നോക്കിയിട്ട് സ്തുതി ആയിരിക്കട്ടെ. അപ്പോൾ ആ പോണ പോക്കിലുള്ള അലക്കാണ് ഏത്? കുർബാന കഴിഞ്ഞിട്ട് വരട്ടടി, ബാക്കി തരാം. പിന്നെ എന്തിനിപ്പം അങ്ങോട്ട് പോകണം എത്ര കഷ്ടപ്പെട്ടിട്ട്? അപ്പം എന്തിനാ പോണേന്ന് പിടുത്തൊന്നുമില്ല. ബുദ്ധിക്കകത്ത് അന്ധകാരം നിറച്ചു കൊടുക്കും. കുമ്പസാരിക്കുമ്പോൾ ഒരുത്തം വന്നിട്ട് ചോദിച്ച ചോദ്യമാ, ഇടവക്കാരൻ പയ്യനോട് പറഞ്ഞടാ കുമ്പസാരിക്കടാ, ഈ ലിസ്റ്റ് കീറി കളയണ്ട അച്ഛാ, ഇതവിടെ ഇരുന്നോട്ടെ, അടുത്ത ആഴ്ച എന്തിനല്ലേ പറയണേ, പിന്നെ ഇപ്പം എന്തിനാ കുമ്പസാരിക്കണേ? ഈ പാപം തന്നെയല്ലേ അടുത്ത പ്രാവശ്യം ചെയ്യിക്കുന്നത്. അപ്പൊ അവൻ എന്തിനാ കുമ്പസാരിക്കുന്നത്? കുമ്പസാരത്തിന്റെ മാഹാത്മ്യം എന്താ? കുമ്പസാരത്തിന് സംഭവിക്കുന്നത് എന്താ? ബുദ്ധിക്കകത്ത് അന്ധകാരം നിറച്ചു കളയും. കുഞ്ഞുങ്ങൾ ചോദിക്കും, കുർബാനയ്ക്ക് പോയിട്ട് ഇപ്പൊ എന്തുണ്ടാ, കൊന്തെത്തിച്ച് ഇപ്പൊ എന്താ നേടാനുള്ളത്? ഇതൊക്കെ വായിച്ചിട്ട് ഇപ്പൊ ഇതിൻ്റെ അകത്ത് നിന്നിട്ട് പുതിയ കഥ വല്ലതും ഉണ്ടോ? ബുദ്ധിക്കകത്ത് അഹന്ത നിറഞ്ഞു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവന്റെ പ്രേരണകൾ കേൾക്കാൻ പറ്റാതെ വരുമ്പോൾ ദൈവത്തിൽ നിന്ന് അകലാൻ ആദ്യം ആരംഭിക്കും. അതാണ് ആദ്യത്തെ പാപത്തിന്റെ പിശാചിന്റെ പ്രശ്നം. പിശാചിൻ്റെ ആകുന്ന കുഴപ്പം അതാ ആദ്യത്തത്. രണ്ടാമത്തെ പ്രശ്നം ഇതാണ്, അവനുണ്ടാക്കിയ അടുത്ത കുഴപ്പം ഇതാണ്, നമ്മുടെ ആശ്രയം മാറ്റിക്കളയും, ബലം മാറ്റിക്കളയും. അതായത് ഇത്രയും നാൾ യേശുവേ എന്നൊക്കെ വിളിച്ച് നടന്ന് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ച് നടക്കുന്നു. ഇന്നലെ ഞാനൊരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയി. അപ്പം ചേച്ചി പറഞ്ഞു, എൻ്റെ അച്ഛാ കഴിഞ്ഞ കൊല്ലത്തോളം ഒരു നരകം പിടിച്ച കൊല്ലം ഉണ്ടായിട്ടില്ല. ഞാൻ കൊറോണയും ബഹളമൊക്കെ അറിയാം, അതൊന്നുമല്ല. ഞാനേ 40 ദിവസം നോമ്പെടുത്തു, 50 നോമ്പ് എടുത്തു. പോശാന ഞായറാഴ്ചയുടെ തലേസം ആ സ്കൂട്ടിയും കൊണ്ട് ടൗണ് വരെയൊന്ന് പോയതാ. എന്നിട്ട് ഒരു ജീപ്പുകാരൻ വന്ന് ഇടിച്ച് കെട്ടിയിട്ടു, കാലൊടിഞ്ഞു, പ്ലാസ്റ്ററൊക്കെ ഇട്ട്. പള്ളിയിലും പോകാൻ പറ്റിയില്ല, ഓശാനയും കൂടാൻ പറ്റിയില്ല, ദുഃഖവെളി ഓശാന ഞാർ ഒന്നും കൂടാൻ പറ്റിയില്ല, തകർന്നു പോയച്ചാ. എന്നാൽ ഇമാതിരി പണി എന്തിനാ ദൈവം ചെയ്തത്? അപ്പോൾ ഞാൻ ഭർത്താവിൻ്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കി. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഒന്നുമല്ല, അവൾ അങ്ങോട്ട് ഒന്ന് കയറിയതാ അച്ഛാ, വെറുതെ പറയണത്. അയാൾ ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടി പോലീസുകാരുടെ അടുത്ത് കഥ പറയാം, പക്ഷേ ശരിക്കും അവൾ കയറിയത് അങ്ങോട്ട് ചെന്നിട്ട് ജീപ്പുകാരൻ ഇടിച്ച് കെട്ടിയിടാൻ പോയതാ. അപ്പോൾ ജീപ്പുകാരൻ മര്യാദക്കാരനായതുകൊണ്ട് ഓടിച്ചു, മാക്സിമം ഓടിച്ചു. ചേച്ചി ഒന്ന് ഇടിച്ചെല്ലി വീണു, കൈയും കാലൊക്കെ ഒടിഞ്ഞു. അവസാനം ഒരു 1-2 മാസം വീട്ടിൽ കിടന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഇപ്പം എന്നാലും ഇമാതിരി പണിയൊക്കെ ദൈവം കാണിക്കാൻ പാടുണ്ടോ? ജീവിതത്തിൻ്റെ അകത്ത് ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ച് നിന്ന് ദേ വരണു പിന്നാലേക്ക് ഒരു കുരിശ്, ഉടനെ പരിപാടി മാറ്റി, തമ്മേ ഭേദം അപ്പുറത്തോൻ്റെ വീട്ടിലെ ചാത്തന. കാരണം എന്താ? എന്തോരം കാശും സൗകര്യം കൊടുക്കണേ, നമ്മുടെ കർത്താവാണെങ്കിലെ കുരിശല്ലാതെ ആ പാവത്തിൻ്റെ ഒന്നുമില്ല. ആശ്രയം മാറ്റിക്കളയാൻ ആരംഭിക്കും. ഞാൻ കണ്ടിട്ടുണ്ട് പല വീടുകളിലേക്കും ചെന്ന് കയറുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഓരോന്ന് തൂക്കിയിട്ടതും എടുത്തു വയ്ക്കുന്നു സാധനങ്ങൾ. ഇടയ്ക്കിടയ്ക്ക് ഓരോ വീടുകളിൽ പോകുമ്പോൾ ഓരോന്ന് പെറുക്കി കൊണ്ടല്ലോ എൻ്റെ പണി. കുഞ്ഞുങ്ങളുടെ കഴുത്തിൽ നിന്നും അവരുടെ കയ്യിൽ നിന്നും അൽമാരിയിൽ നിന്നൊക്കെ. എന്തിനാ? ക്രിസ്തു അങ്ങ് ഏസിനില്ല, പവർ പോരാ കർത്താവിന്. അപ്പം എന്ത് ചെയ്തു? കുറച്ചും കൂടിയും പവറുള്ള എന്തിലെങ്കിലും ആശ്രയിക്കും. ഒരു ചേട്ടൻ വന്നിട്ട് പറയാം, അതെ എനിക്കിഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല, അപ്പുറത്ത് കൂടെ വർക്ക് ചെയ്യുന്ന സുമതി ചേച്ചി പറഞ്ഞു എന്തെന്ന്, കൈ നോക്കിക്കഴിഞ്ഞാൽ കൃത്യം കാര്യം കിട്ടും. അന്ന് തുടങ്ങിയ തലവേദന കുടുംബത്ത്. കാരണം എന്താ? ക്രിസ്തു അല്ല, ആ കൈ നോക്കണ ചേച്ചിയാണ് എന്ത് തീരുമാനിച്ചേക്കണേ, ഭാവി തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. പിശാചിന്റെ അടുത്ത തന്ത്രമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ആശ്രയങ്ങളെ മാറ്റിക്കളയും, ബലങ്ങളെ മാറ്റിക്കളയും. അവൻ പറയും, ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, കൊന്തെത്തിച്ചിട്ട് നില കിട്ടിയത്, നോമ്പെടുത്തിട്ട് നീ എന്താ നേടിയത്? ഉപവാസം എടുത്ത് അന്നോട്ട് ഭർത്താവിന്റെ ചവിട്ട് 2 3 നീ എന്താ നേടിയത്? പിശാചിന്റെ അടുത്ത തന്ത്രമാണ്, ഇതൊന്നും ഏസില്ല, ഇതിനൊന്നും ബലവുമില്ല, ഇതിനൊന്നും വിലയില്ലെന്ന് അവന് തോന്നും.
ആ തോന്നലിലേക്ക് നയിക്കാൻ കാരണം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഇടയ്ക്കിടയ്ക്ക് എഴുതും, നിങ്ങൾ എന്നിൽ നിന്ന് പഠിച്ചതും നേരിട്ട് കേട്ടതും വായിച്ചറിഞ്ഞതുമായ കാര്യത്തിൽ നിന്ന് പിന്തിരിയരുത്. കാരണം എന്താ? പിശാച് നിങ്ങൾ. അതുകൊണ്ടാണ് പത്രോസിനോട് കർത്താവ് പറഞ്ഞ വാചകത സൂക്ഷിച്ചേക്കണം. കാരണം എന്താ? സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിക്കുന്നു. പത്രോസ് തിരിഞ്ഞിട്ട് പറഞ്ഞു, ഈ 11 കയ്യിൽ നിന്ന് പോയാലും കൊള്ളാം, പത്രോസിനെ ആ വഴിക്ക് നോക്കണ്ട. കാരണം എന്താ? ഇതൊക്കെ ഞാൻ കുറെ കണ്ടതാ. പത്രോസ് കടലെന്തോരം കണ്ടോനാ. ആ ചങ്കൂറ്റം, ആ തെറ്റിദ്ധാരണ, അവനെ തന്നെ ആശ്രയിക്കാൻ തുടങ്ങിയപ്പോൾ തകർന്നുപോയി. ഇത് മുമ്പ് അവന് വാണിംഗ് കൊടുത്തിട്ട് കർത്താവ് ഇങ്ങനെ കടലിൽ മേൽ നടക്കണപ്പോൾ തോന്നി, രണ്ടാമത്തെ ആൾ ഞാനാണെന്നുള്ള പറഞ്ഞേക്കണേ. ഞാനും കുറേശ്ശൊക്കെ നടന്നില്ലെങ്കിൽ ഇവന്മാരെന്ത് വിചാരിക്കും? നമുക്ക് അങ്ങനെ ഒരു പൊട്ടസ്വഭാവം ഉണ്ട്. അവൾ പ്രാർത്ഥിച്ച് നേടി, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നീ എന്തൊട്ട് പ്രാർത്ഥിച്ച് നേടി? ഞാൻ കൃപാസനത്തെ പോയിട്ടേ കിട്ടിയത്. പിറ്റേ ദിവസം വണ്ടി പിടിച്ചു എവിടേക്ക്? കൃപാസനത്തേക്ക്. അവളെന്തോരം കരഞ്ഞും ബുദ്ധിമുട്ടിയും കണ്ണീരൊഴുക്കി ഉപവാസം എടുത്തും വേദനയ്ക്ക് മുമ്പിൽ ഇത് നേടിയെന്ന് ചിന്തിച്ചിട്ടില്ല. ഉടമ്പടി എടുത്താൽ കിട്ടും. എങ്ങനെയാണെങ്കിൽ ആ കണ്ണീര് അവിടെ വീഴണം. എന്നിട്ട് പിന്നാലെ ഉടമ്പടിക്ക് ഓടി. അവിടെ നടന്നില്ല. ഇനി അടുത്ത എവിടെയാ? അടുത്ത അണക്കര ബെസ്റ്റ്. അണക്കര ചെന്നു, 4 ദിവസം നിന്നു, അതും കിട്ടിയില്ല. കാരണം എന്താ? അകത്ത് ദൈവീകമായ ഒന്നുമില്ല. ആശ്രയം എവിടേക്കാ? ഈ തട്ടിപ്പീസിലൂടെ കർത്താവിനെ പിടിക്കാന്നുള്ള ധാരണയല്ല. നടക്കില്ല. അങ്ങേരെ പറ്റിക്കാൻ അങ്ങേര് മനുഷ്യനല്ലല്ലോ. പ്രിയപ്പെട്ടവരെ, പിശാചിൻ്റെ അടുത്ത തന്ത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ബലങ്ങളെ അവൻ മാറ്റിക്കളയാൻ ആരംഭിക്കും. അടുത്ത തന്ത്രം എന്ന് പറയുന്നത് പിശാച് അന്നും ഇന്നും എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്, കുറേശ്ശെ മതിയെന്നേ, ഇത്തിരീശ മതി. എന്തിനിപ്പോൾ വലിയ പ്രാർത്ഥിക്കാനൊക്കെ പോയിട്ട് ഇത്ര ധ്യാനം കൂടിയിട്ട് ഇപ്പം എന്തുണ്ടാ? എല്ലാം മിതത്തിലേക്ക് ഒതുക്കും. എന്നിട്ട് അവൻ ചെയ്യുന്നൊരു പരിപാടിൻ്റെ ഗ്ലോറിഫിക്കേഷൻ ഓഫ് ദി ഈവിൾ. അതൊരു വലിയൊരു പരിപാടി. ഇപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് വെച്ചവർ അത് പെട്ടെന്ന് പറഞ്ഞു തരും. ഇത്രയുള്ള സംഭവം. തിന്മയായിട്ടുള്ളതെല്ലാം അവൻ എന്താക്കി മാറ്റാൻ ശ്രമിക്കും? നന്മയുടെ രൂപത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കും. അത് വളരെ സിമ്പിളായിട്ട് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. കുറച്ചാളുകൾക്ക് മുമ്പ് ഒരുത്തൻ കല്യാണം കഴിക്കാതെ ഒരുത്തിനും വിളിച്ചു കൊണ്ടുവന്നു. അപ്പം ഞാൻ ചോദിച്ചേ, അതൊക്കെ ചെയ്യുന്നത് ശരിയാണോ? അങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ട? ഇതൊക്കെ ഒരു മര്യാദയാണോ? എൻ്റെ ജീവിതമല്ലേ അത്? ഇതാരാ ജീവിക്കേണ്ടത്? ഞാൻ. ഇവളെ കെട്ടി അനുഭവിക്കേണ്ടത് ആരാ? ഞാൻ. നന്നായ ആർക്കാ? എനിക്ക്. ഇത് ഈ കാശാരുടെയാ? എൻ്റെ. ഇതിനൊക്കെ കഷ്ടപ്പെടുന്ന ആരാ? ഞാൻ. ഇതിനൊക്കെ തീരുമാനം എടുക്കേണ്ട ആളാരാ? ഞാൻ. ഞാൻ പറഞ്ഞു, ഈ ഞാൻ മാത്രമേ ഭൂമിയിൽ ബാക്കിയുള്ളൂ. അവനോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്, ഈ ഭൂമിയിൽ ഏറ്റവും വലുത് നീയാ. വീട്ടിൽ നിന്ന് അപ്പനമ്മയും പഠിപ്പിച്ചു കൊടുത്തേക്കണത്, ഇവനൊന്നും വലിയ ഭക്ഷണമൊന്നും കൊടുക്കണ്ട, മാർക്കൊന്നും വാങ്ങണ്ട, നീ വാങ്ങിയേക്കണം. ഈ ഭൂമിയിൽ ഏറ്റവും വലുത് നിങ്ങളാണ്. നിങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചതാണ് ഏറ്റവും വലിയ തെറ്റ്. നിങ്ങളല്ല ഈ ഭൂമിയിൽ വലുത്, ക്രിസ്തുവാ. ഞാൻ എന്ത് വിചാരിക്കും? ഞാൻ എന്ത് ചെയ്യും? ഞാൻ എങ്ങനെ കഷ്ടപ്പെടും? ഉപവാസം എടുക്കുമ്പോഴേക്കും അപ്പനമ്മയും വൈകുന്ന ഉച്ചയാകുമ്പോഴേക്കും മോനത്തിന് നാരങ്ങ വെള്ളം കുടിച്ചോ, കുഴപ്പമില്ല. കാരണം എന്താ? അൾസർ വരും. ഉപവാസമൊന്നും അങ്ങനെ എടുക്കണ്ട. സഭ അതൊക്കെ പറയും. വാവയ്ക്ക് വയസ്സായില്ല, 22 വയസ്സായി പോത്തുംകുട്ടീനെ വിളിച്ചിട്ട് പറയുന്നത് വാവയ്ക്ക് വയസ്സായിട്ടില്ല എന്ന്. ഉപവാസം എടുക്കണ്ട, പ്രാർത്ഥിക്കണ്ട, മുട്ടുകുത്തണ്ട, അവൻ പള്ളിയിൽ പോകണ്ട, അവന് ഞായറാഴ്ചകളിൽ കഷ്ടപ്പാടുകൾ വേണ്ട, ത്യാഗം വേണ്ട. മീമി കഴിച്ചോ ഇല്ലെങ്കിൽ വിളർച്ച വരും. 40 ദിവസം മീമി കഴിച്ചില്ലെങ്കിൽ വിളർച്ച വന്ന് അങ്ങ് ചത്തുപോകും. എല്ലാ ത്യാഗങ്ങളെ അങ്ങ് മാറ്റിക്കളഞ്ഞു. മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിക്കുന്നത് അതിൻ്റെ ആവശ്യം എന്താ? കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? മല കയറണോ? അതിൻ്റെ ആവശ്യമുണ്ടോ? നോമ്പെടുക്കേണ്ട ആവശ്യമുണ്ടോ? ഉപവസിക്കേണ്ട ആവശ്യമുണ്ടോ? ത്യാഗങ്ങൾ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? എന്തിനിപ്പോ കഷ്ടപ്പെട്ട് ഒരു ഭർത്താവ് തന്നെ? പല ഭർത്താവായ എന്താ കുഴപ്പം? ആരെ പറഞ്ഞതൊന്നും വേണ്ടാന്ന്? നമ്മൾ ഈ ഭൂമിയിൽ വന്നേക്കണം എന്തിനാ? ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണം? സുഖിച്ച് ജീവിക്കണം. ഇതിൻ്റെ അപ്പുറത്തൊക്കെ ഉണ്ടെന്ന് ആര് പറഞ്ഞു? എവിടെയാ കൊണ്ട് മുട്ടിക്കണേന്ന് നിങ്ങൾ ഓർക്കണം. നിങ്ങളുടെ മക്കളെ പിടികൂടിയിരിക്കുന്ന ഏറ്റവും വലിയ ലോകാരൂപിയുടെ പേരാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. അത് ഇവിടെ തീരും പരിപാടി. ഇത്രയൊക്കെ ഉള്ളൂ. അതിനവർ കൊടുത്തിരിക്കുന്ന പേരാണ് എന്തെന്ന്? സെൽഫ് എസ്റ്റീം. ഞാൻ അതൊക്കെ ഉള്ളൂ. അപ്പം ഇതുകൊണ്ട് എന്ത് ചെയ്യുക? കാശൊന്നുമില്ല, ഞാൻ ബാധിക്കൊന്നും വേണ്ട, ആടിച്ച് പൊളിച്ച് ഈ ഭൂമിയിൽ അങ്ങ് ജീവിച്ച് പോവുക. പിന്നെ വരനോടത്ത് വെച്ച് കാണാം. അത്രേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, അപകടം നിറഞ്ഞ പല വഴികളും നമ്മുടെ മക്കളുടെ മുമ്പിലേക്ക് തുറന്നിട്ടിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ചെറിയൊരു കാര്യം കൂടിയും പറഞ്ഞ് ഞാൻ നിർത്തുക. ഞാൻ കുറച്ച് ആളുകളും കുറച്ച് കുഞ്ഞ് ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ്സുകളുടെ ഒക്കെ വർത്തമാനം പറയുന്നത് വന്നപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ ഭയങ്കര ആത്മഹത്യ ചിന്തയാണ്. ഞാൻ ആകെ അങ്ങ് വിരളി പിടിച്ചു പോയി. 10ാം ക്ലാസ് എത്തിയിട്ട് നമ്മൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ആകെ 10ാം ക്ലാസ് ജയിക്കുമെന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. എന്നാലും നാട് വിടാന്നുള്ള പിന്നെ ചിന്തയുള്ളൂ. മരിക്കാന്നുള്ള ചിന്തിച്ചിട്ട് പോലുമില്ല. കണക്ക് ജയിക്കാത്തവൻ 10ാം ക്ലാസ് ജയിക്കില്ല, അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നുള്ളൂ. അവൻ പറയാം 7ാം ക്ലാസ് 8ാം ക്ലാസ് എത്തിയവർ പറയാം ഭയങ്കര ആത്മഹത്യ ചിന്ത, ഏകാന്തതയാ, ജീവിക്കണ എന്തിനാന്ന് നോക്കിയാന്ന്. അപ്പം ഞാൻ പറഞ്ഞു, പൊന്നു മോനെ, നീ ശരിക്കും ഇതൊക്കെ അറിഞ്ഞിട്ടാണ് വല്ല സീരിയൽ ഡയലോഗാണോ പറയുന്നത്? അല്ലച്ചാ, 2-3 പ്രാവശ്യം ആലോചിച്ചത് എങ്ങനെയും മരിക്കുന്നത്. നേരം കിട്ടിയില്ല, പിന്നെ ഇത്തിരി ചെയ്ത് കുറവുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താ പറ്റിയത്?
അവർ സീരിയസ് ആയിട്ട് പറയുന്നത്. അവരുടെ പ്രശ്നം ഇതാണ്. അവർ പറഞ്ഞു ജീവിതത്തിന് അർത്ഥമൊന്നുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം എന്താ മോൻ്റെ വേറെ എന്താ പ്രശ്നം? ഞങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഈ ചാർലി കളിക്കാറുണ്ട്. ചാർലി എന്താണെന്ന് മനസ്സിലായോ? അതൊരു പേജിൻ്റെ അകത്ത് വരച്ചിട്ട് ഈ ആത്മാവിനെ വിളിച്ചു വരുന്ന പരിപാടിയുടെ പേരാ ചാർലി. നിങ്ങളുടെ മക്കളൊക്കെ സ്കൂളിൽ ചെന്നിട്ട് കളിക്കുന്ന ഒരു കളിയാ ചാർലി കളിച്ചേ. പിന്നെ എനിക്ക് ഇന്ന് വരെ ആത്മഹത്യാ ചിന്ത, നിരാശ, പഠിക്കാൻ പറ്റുന്നില്ല, ദുഃഖം, ദുരിതം, വേദന. 7ാം ക്ലാസ് 8ാം ക്ലാസ് ചെയ്യുന്നവരാ. ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ടിരുന്ന. ഇന്നാളെ ഒരുത്തൊരു മോതിരം കൊണ്ടുവന്നു. അവൻ കുമ്പസാരം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എടാ എങ്ങനെയുണ്ട്, സുഖമാണോ? പിന്നെ സുഖമൊക്കെയാ. എന്താ പ്രശ്നം? അച്ഛാ വണ്ടി എപ്പോൾ തൊട്ടാലും ആക്സിഡൻ്റ് ആവും. ഞാൻ പറഞ്ഞു എങ്ങനെയാ? അതറിഞ്ഞൂടാ. അപ്പം ഞാൻ ഒരു കയ്യിലൊരു മോതിരം കാട്ടി. ഈ മോതിരം ഊരി കൊണ്ടുപോയിട്ടുണ്ടല്ലോ, ഇട്ടവരൊക്കെ 2 പ്രാവശ്യം മറ്റേ ആക്സിഡൻ്റ് കഴിയുമ്പോൾ മോതിരം ഇങ്ങോട്ട് കൊടുന്നു തരും. നമ്മൾ നിനക്ക് ഇത് ഇവിടുന്ന് കിട്ടിയ കൂട്ടുകാരെ സമ്മാനം തന്നതാ. 2 ഔൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂങ്ങയുടെ കണ്ണുള്ള മോതിരം. ഞാൻ പറഞ്ഞു അതിങ്ങോട്ട് തന്നോളാൻ പറഞ്ഞു. അപ്പം അച്ഛൻ വീഴില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ വീഴാനൊന്നുമില്ല, അങ്ങനെ വീഴാനുള്ള സമയമൊക്കെ കഴിഞ്ഞു. 3-4 വീഴ്ചയായി. അത് കയ്യിലിരിപ്പോണ്ട് വീണതാ, വണ്ടി ഓടിക്കാറിയാണ്ട് ഇടിച്ചല്ലി വീണത്, പിശാച് ചട്ടിയിട്ടല്ല. അപ്പം ഞാൻ പറഞ്ഞു അതൊക്കെ ഇതുകൊണ്ട് കുഴപ്പമില്ല, നീ മോതിരം ഇങ്ങോട്ട് വന്നു. അത് പിന്നെ അട്ടപ്പാടിയിൽ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങാം. അപ്പം അതിനെ പേടിയില്ല. ഇനിയിപ്പോൾ വീണ താഴെ മണ്ണാർക്കാട് എത്തും, അവർ പെറുക്കി കൊണ്ടുപോകും, ഇടവക്കാരുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അതിങ്ങോട്ട് തന്നു, ഞാൻ പോക്കറ്റ് ഇട്ടോളാന്ന് പറഞ്ഞു. ഓരോ കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ അത്രമാത്രം അവർ പോലും അറിയാതെ അവരതിൻ്റെ അകത്തേക്കൊക്കെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ സുബോധം നമുക്കുണ്ടാവേണ്ട സമയം അതിക്രമിച്ചു. നമ്മുടെ മക്കള് എന്തുമാത്രം തിന്മകൾക്കിടയിലാണെന്നുള്ള ബോധം നമുക്കുണ്ടാകുമ്പോൾ തിന്മയെ മാറ്റിക്കളയാൻ നമുക്ക് പറ്റില്ലെങ്കിലും വേറൊരു കാര്യം ചെയ്യാം. അവർക്ക് വേണ്ടി നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് കടപ്പാടുണ്ട്. തിരുരക്തത്തിന്റെ സംരക്ഷണം തേടി പ്രാർത്ഥിക്കാൻ വിശുദ്ധ മിഖായേലിന്റെ പ്രാർത്ഥന ചൊല്ലി മാത്രമേ സ്കൂളിലേക്ക് കുഞ്ഞുങ്ങളെ പറഞ്ഞയക്കാവൂ. ഈശോയുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് അടുത്തടുത്ത് കുമ്പസാരിപ്പിക്കാൻ അവരെ പഠിപ്പിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ കൈവിട്ടു പോകും. കർത്താവ് പറഞ്ഞവണ്ണം ആരാധിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ മക്കൾക്ക് പള്ളിയിൽ വരാൻ പറ്റാത്തതിൻ്റെയൊക്കെ വിഷമത്തിൻ്റെയൊക്കെ ഒറ്റ കാരണമല്ലോ, കയ്യിൽ കെട്ടുള്ളവനും അടിമത്തത്തിലായിരിക്കുന്നവനും ആരാധന സാധ്യമല്ല. കയ്യിൽ കെട്ടഴിയാതെ നിനക്ക് ആരാധിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇസ്രായേൽക്കാരനെ വിടാൻ പറഞ്ഞപ്പോൾ ഫറവോ പറഞ്ഞു, ഇവിടേക്ക് ഇഷ്ടംപോലെ സ്ഥലമില്ല, ഇവിടേക്ക് ആരാധിച്ചാൽ പോരാ. കയ്യിൽ കെട്ടുള്ളവനെ, കയ്യിൻ്റെ അകത്ത് ബലങ്ങളുള്ളവനെ, അടിമത്തത്തിലായിരിക്കുന്നവനെ ആരാധിക്കാൻ പറ്റില്ല. വിടുതൽ നൽകേണ്ട കർത്താവ്. അതുകൊണ്ട് ഈ ബലിയിൽ പ്രവേശിക്കുമ്പോൾ ആ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കണം. പൈശാചികമായ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുക, ബ്ലാക്ക് മാസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും. നമ്മുടെ പ്രാർത്ഥന മാത്രമേ അതിന് ബലമുള്ളൂ, അതിന് ഏക പോംവഴിയുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയൊക്കെ വിശുദ്ധിയിലും നന്മയിലും കർത്താവിൻ്റെ ഹൃദയത്തിലും കാൾക്കാനായിട്ട് പ്രാർത്ഥനയോടെ നമുക്ക് ഒരുങ്ങാം. ഈ ബലിയിൽ പ്രവേശിക്കുമ്പോൾ ഒത്തിരിയേറെ മക്കൾ പൈശാചിക സ്വാധീനത്തിലും പാപത്തിൻ്റെ കെണിയിലും പെട്ട് ജീവിക്കുന്നുണ്ട്. അവർക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് തിരിച്ചു വരണമെന്ന്, പറ്റുന്നില്ല. പിശാച് അവരെ ബന്ധിച്ചിട്ടിരിക്കുന്നു. നേരത്തെ തിരുവചനം പറഞ്ഞോണം, അതിനെതിരെ നമുക്ക് പോരാടാം, പ്രാർത്ഥന കൊണ്ട് ബലംപ്പെടാം. ഈശോയുടെ വലിയ തിരുരക്തത്തിൻ്റെ കോട്ടയിലേക്ക് നമുക്ക് സംരക്ഷിക്കാം. വിശുദ്ധ കുരിശ് ഭൂമിയുടെ മധ്യത്തിൽ ഉയർത്തപ്പെടുകയും എല്ലാവരും അതിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യുന്ന സമയമാണിത്. ആ കുരിശിൻ്റെ ബലം നമുക്ക് നമ്മുടെ കുടുംബങ്ങളിലും ഉണ്ടാകട്ടെ. വിശുദ്ധ ബലിയുടെ യോഗ്യതയാലെ അനേകാര്യങ്ങളെ സൗഖ്യപ്പെടാനായിട്ട് പ്രാർത്ഥിച്ച്